കടുത്ത ആരോപണങ്ങളുടെ നിഴലിൽ മുഖ്യമന്ത്രിയും പാർട്ടിയും പ്രതിരോധത്തിൽ നിൽക്കുമ്പോഴാണ് തിരഞ്ഞെടുപ്പ് എത്തുന്നത്. അൻവർ ഉയർത്തുന്ന വെല്ലുവിളികൾ മാത്രമല്ല CPM നേരിടുന്ന പ്രശ്നം. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശവും PR ഏജൻസി വിവാദവുമെല്ലാം ജനങ്ങൾക്കിടയിൽ CPMന്റെ സ്വീകാര്യതയെ കുറച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഇതൊന്നും രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുമില്ല. തിരഞ്ഞെടുപ്പിൽ അങ്ങനെ വിവാദങ്ങളേറെയുണ്ട്. ഇതിനിടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ മുന്നണികൾ തുടങ്ങി. പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ വെള്ളിയാഴ്ച CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രഖ്യാപിക്കും. ചേലക്കരയിൽ മുൻ MLA UR പ്രദീപ് സ്ഥാനാർത്ഥിയായേക്കും. പാലക്കാട് ഉചിതമായ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ജില്ലാ ഘടകത്തിന് CPM നിർദ്ദേശം നൽകി. പാലക്കാട് തുടക്കം മുതൽ കേൾക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാമിന്റെയും സോഷ്യൽ മീഡിയ കൺവീനർ P സരിന്റെയും പേരുകളാണ്. കോഴക്കേസിൽ നിന്ന് കുറ്റവിമുക്തനായതോടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെ പാലക്കാട് BJP മത്സരിപ്പിക്കാനിടയുണ്ട്. C കൃഷ്ണകുമാറിനെയോ ശോഭാ സുരേന്ദ്രനെയോ പരിഗണിച്ചേക്കാം. ചേലക്കരയിൽ രമ്യ ഹരിദാസിന് ഒരവസരം കൂടി നൽകണമെന്ന താൽപര്യത്തിനാണ് കോൺഗ്രസിൽ മുൻതൂക്കം. VK ശ്രീകണ്ഠൻ MPയുടെ ഭാര്യ തുളസിയെയും പരിഗണിക്കുന്നുണ്ട്. BJP ചർച്ച ചെയ്യുന്നത് തിരുവല്ലാമലയിലെ പ്രാദേശിക നേതാവ് രാധാകൃഷ്ണന്റെയും ലോക്സഭയിൽ മത്സരത്തിനിറങ്ങിയ സരസുവിന്റെയും പേരുകളാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രാഹുലിനെ നേരിട്ട് ആനി രാജ പ്രിയങ്കയ്ക്കെതിരെ എത്തില്ലെന്ന് ഉറപ്പായി. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച അന്തിമ തീരുമാനം CPI സംസ്ഥാന കൗൺസിലിൽ ഉണ്ടായേക്കും. BJPയിൽ നിന്ന് MT രമേശ് മത്സരിച്ചേക്കുമെന്നാണ് സൂചന. ഷാഫി പറമ്പിൽ വടകരയിൽ നിന്നും K രാധാകൃഷ്ണൻ ആലത്തൂരിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒഴിവിലാണ് പാലക്കാടും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് എത്തുന്നതിന്റെ ഗുണം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും ലഭിക്കുമെന്നാണ് UDF വിലയിരുത്തൽ. CPMന്റെ തെറ്റുതിരുത്തൽ ജനങ്ങൾ അംഗീകരിക്കുന്നോ എന്നതിന്റെ ഉത്തരമാണ് ഉപതെരഞ്ഞെടുപ്പുകളിലൂടെ ഇടതുമുന്നണി തേടുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.